ഹെൽത്ത് സ്റ്റാർട്ട്സ് ഫ്രം വിത്തിൻ അതാണല്ലോ ചൊല്ല്. അതായത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളുടെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സോ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഒരു ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സിൻ്റെയും ലഡു ഉണ്ടാക്കിയാലോ. ഇത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനും സ്കിൻ ഗ്ലോനും ഒക്കെ വേണ്ടി പറ്റും നല്ല അടിപൊളി ലഡുവാണ് കേട്ടോ. ഈ ഒരു ന്യൂട്രിയൻറ്റ് ലഡു ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി, അത് തന്നെ ധാരാളമായിരിക്കും. സോ ഇതിനു വേണ്ടി ഞാനിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്സ് ആൻഡ് നട്ട്സും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ വാൾനട്ട് എടുത്തിട്ടുണ്ട്, പംകിൻ സീഡ്, മെലൻ സീഡ്, സൺഫ്ലവർ സീഡ്സ്, അങ്ങനെ പല വെറൈറ്റീസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്താഷ്യോ കാഷ്യൂ ഒക്കെ ആഡ് ചെയ്യാം. ഇതിനെ ഞാനിവിടെ ഡേറ്റ്സും എടുത്തിട്ടുണ്ട്, അതിനെ നല്ലോണം ഡീസീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഘീ ഇട്ടിട്ട് ഇതിനെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു സ്ലൈറ്റ്ലി ബ്രൗൺ കളറൊക്കെ ആയി വരുന്നവരെ ഒന്ന് സ്ലൈറ്റ്ലി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ തണുത്ത് കഴിയുമ്പോൾ ഇതിനെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു കോഴ്സ് ടെക്സ്ചർ മതി കേട്ടോ, അധികം ഗ്രൈൻഡും ആവണ്ട. നട്ടി ടേസ്റ്റ് ഒക്കെ നല്ലതായിരിക്കും അത് കഴിക്കുമ്പോൾ. ഇനി അതേ മിക്സിയിൽ നമ്മളുടെ ഡേറ്റ്സും ഒന്ന് അരച്ചെടുക്കുക. ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ ലഡു ആക്കുന്ന പോലെ അത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കും. സംഭവം നമ്മളുടെ ലഡു ഇവിടെ റെഡിയായി. ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് 10 to 15 days ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ബൈ.